തിരുവനന്തപുരം ജില്ലയിൽ കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് ശ്രീ കരിക്കകം ചാമുണ്ഡി ദേവീക്ഷേത്രം. ഇവിടെ ദേവീഭാവം 3 ഭാവത്തിലാണ് കേട്ടോ കുടികൊള്ളുന്നത്. പ്രധാന നടയിൽ ഭദ്രകാളി ദേവീഭാവത്തിലും മറ്റു 2 നടകളിൽ രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്നിങ്ങനെ ഇവിടെ കാണപ്പെടുന്നു. ഇവിടെ രക്തചാമുണ്ഡിയുടെയും ബാലചാമുണ്ഡിയുടെയും നടകൾ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് നട തുറപ്പിക്കൽ എന്ന് പറയുന്ന ഒരു വഴിപാട് ഇവിടെ ചെയ്യാവുന്നതാണ്. നട തുറന്ന് ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ചാമുണ്ഡി ദേവി എന്ന് പറയുന്നത് ആരാണ് എന്നറിയാമോ? അതിനെപ്പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദിപരാശക്തിയുടെ ഒരു പ്രധാന ഭാവമാണ് ചാമുണ്ഡേശ്വരി. ഭഗവതിയുടെ 7 ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് ചാമുണ്ഡേശ്വരി. ദേവീഭാഗവതം, ദേവി മാഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം ചണ്ഡൻ, മുണ്ഡൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ചണ്ഡികാ പരമേശ്വരിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച കാളിയാണ് ഈ ചാമുണ്ഡേശ്വരി. ശുംഭ-നിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ പരമേശ്വരിക്ക് തുണയേകുവാനാണ് മഹാകാളി ഇപ്രകാരം അവതരിച്ചത്. ചണ്ഡികാദേവിയെ പിടിച്ചുകൊണ്ടു പോകുവാൻ ശുംഭ-നിശുംഭന്മാർ ചണ്ഡൻ, മുണ്ഡൻ എന്നീ പേരുള്ള 2 അസുരന്മാരെ അയക്കുന്നു. ഇത് കണ്ട് കോപിഷ്ഠയായ ദേവിയുടെ വളഞ്ഞുയർന്ന പുരികക്കൊടിയിൽ നിന്നും ഉഗ്രരൂപിണിയായ മഹാകാളി പ്രത്യക്ഷപ്പെട്ടു. ആ കാളി ചണ്ഡ, മുണ്ഡന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡേശ്വരി എന്ന പേരിൽ അറിയപ്പെട്ടു. രക്തബീജനെ വധിക്കാൻ ചണ്ഡികാദേവിയെ സഹായിച്ചതിനാൽ രക്തചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. അതാണ് ചാമുണ്ഡേശ്വരി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ കരിക്കകം ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നത് വളരെയധികം നല്ലതായിട്ടുള്ള കാര്യമാണ് കേട്ടോ. രക്തപുഷ്പാഞ്ജലി, അരവണ പായസ നിവേദ്യം ഒക്കെ ദേവിക്ക് പ്രധാനപ്പെട്ട വഴിപാടാണ്. അപ്പം എല്ലാവരും ഈ ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ. വളരെയധികം ശക്തിയുള്ള ഒരു ദേവിയാണ്. വിളിച്ചാൽ വിളികേക്കുന്ന അമ്മ എന്നൊക്കെ നമുക്ക് പറയാം. എന്താഗ്രഹം ചോദിച്ചാലും ദേവി നമുക്ക് പൂർണ്ണ ഭക്തിയോടുകൂടി നമ്മൾ എന്താഗ്രഹം ചോദിച്ചാലും ദേവി നമുക്കത് സാധിച്ചു തരും. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.